കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തല എന്നുറപ്പായി. NSS ആസ്ഥാനത്ത് നിന്ന് രമേശ് ചെന്നിത്തല അശ്വമേധം തുടങ്ങിയിരിക്കുന്നു. 11 വർഷത്തെ പിണക്കം മറന്ന് പെരുന്നയിൽ NSS വേദിയിലെത്തിയ രമേശ് ചെന്നിത്തലയെ വാനോളം പുകഴ്ത്തിയായിരുന്നു NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരുടെ സംസാരം. പെരുന്ന മണ്ണിന്റെ സന്തതി എന്നും NSSന്റെ പുത്രൻ എന്നുമൊക്കെയാണ് രമേശ് ചെന്നിത്തലയെ അദ്ദേഹം വിശേഷിപ്പിച്ചത്. മന്നം ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ അർഹനായ ആൾ രമേശ് ചെന്നിത്തല തന്നെയാണെന്നും കോൺഗ്രസിന്റെ നേതാവെന്ന നിലയിലല്ല ചെന്നിത്തലയെ ക്ഷണിച്ചതെന്നും സുകുമാരൻ നായർ വ്യക്തമാക്കുകയുണ്ടായി. NSSന്റെ പരിപാടി ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ രമേശ് ചെന്നിത്തല സന്തോഷത്തോടെ തയ്യാറായി എന്നും NSS എന്തു പറഞ്ഞാലും അനുസരിക്കാമെന്ന് ചെന്നിത്തല പറഞ്ഞുവെന്നും കൂടി സുകുമാരൻ നായർ പറഞ്ഞു. ഇത് ചിലർ വിവാദമാക്കാൻ ശ്രമിച്ചുവെന്നും കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു. നായർ സർവീസ് സൊസൈറ്റിയിൽ നായരെ വിളിക്കുന്നതാണ് ചിലർക്ക് പ്രശ്നം. ചെന്നിത്തലയെ വിളിച്ചത് കോൺഗ്രസ് എന്ന മുദ്രയിലല്ല, NSSന്റെ പുത്രനാണ് രമേശ് ചെന്നിത്തല. ഗണേഷ് കുമാർ കമ്മ്യൂണിസ്റ്റ് ചേരിയിലാണ്. എല്ലാ നായന്മാർക്കും ഏത് രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കാൻ അനുവാദമുണ്ട്. കുടുംബം മറക്കരുതെന്ന് മാത്രമേ ഞങ്ങൾക്ക് ആഗ്രഹമുള്ളൂ എന്നും സുകുമാരൻ നായർ വ്യക്തമാക്കി. രമേശ് ചെന്നിത്തലയെ അരിയിട്ട് വാഴ്ത്തിയതിനൊപ്പം ക്ഷേത്രങ്ങളിൽ ഉടുപ്പ് ധരിച്ചു കയറുന്നത് സംബന്ധിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവനയെയും സുകുമാരൻ നായർ വിമർശിച്ചു. മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചത്. മുഖ്യമന്ത്രിയുടെ പരാമർശം തെറ്റാണ്. ക്ഷേത്രങ്ങളിൽ ഉടുപ്പിട്ട് തന്നെ കയറണമെന്ന് അവരെല്ലാം കൂടി അങ്ങോട്ട് തീരുമാനിച്ചു. ഉടുപ്പിടാത്തത് നമ്പൂതിരിയാണോ എന്നറിയുന്നതിന് വേണ്ടിയാണെന്നാണ് ചിലർ അത് ദുർവ്യാഖ്യാനം ചെയ്തത്. ഈ വ്യാഖ്യാനങ്ങളൊക്കെ ഹിന്ദുവിന്റെ പുറത്തു മാത്രമേ ഉള്ളോ എന്ന് സുകുമാരൻ നായർ പരിഹാസത്തോടെ മുഖ്യമന്ത്രിയോട് ചോദിച്ചു. അങ്ങനെ ശിവഗിരിയിൽ പോയി മുഖ്യമന്ത്രി നടത്തിയ ഹൈന്ദവ വിരുദ്ധ പ്രസ്താവനകളെ കൂടി സുകുമാരൻ നായർ പൊളിച്ചെടുക്കുമ്പോൾ കേരളത്തിൽ പുതിയൊരു രാഷ്ട്രീയ ധ്രുവീകരണം ഉരുത്തിരിഞ്ഞു വരികയാണ്. അതിൽ നേതൃസ്ഥാനത്തേക്ക് വരുന്നതാവട്ടെ രമേശ് ചെന്നിത്തലയും. വെള്ളാപ്പള്ളി നടേശൻ നേരത്തെ തന്നെ രമേശ് ചെന്നിത്തലക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. VD സതീശനെ നല്ല രീതിയിൽ ചീത്ത വിളിച്ചുകൊണ്ട് തന്നെയായിരുന്നു വെള്ളാപ്പള്ളി രമേശിനോടൊപ്പമാണ് താൻ എന്ന അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പ്രഖ്യാപിച്ചത്. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകാൻ സർവ്വതാ യോഗ്യനാണ് എന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ പരാമർശം. ശിവഗിരി തീർത്ഥാടന പദയാത്രയുമായി ബന്ധപ്പെട്ട സമ്മേളനത്തിലേക്കും SNDP രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചിരുന്നു. അങ്ങനെ ഹൈന്ദവ സമൂഹത്തിലെ 2 പ്രബല നേതാക്കന്മാരുടെ പിന്തുണയ്ക്ക് ശേഷം സമസ്തയുടെ വേദികളിലേക്കും രമേശ് ചെന്നിത്തല എത്തുകയാണ്. മഞ്ചേരി ജാമിയ ഇസ്ലാമിയയുടെ വാർഷിക സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായി രമേശ് ചെന്നിത്തലയെയാണ് ക്ഷണിച്ചിരിക്കുന്നത്. വാർഷിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം രമേശ് ചെന്നിത്തല നിർവഹിക്കും. ജനുവരി 11 മഞ്ചേരി ജാമിയ ഇസ്ലാമിയയുടെ 35ാം വാർഷിക സമ്മേളനം. SKSSF മലപ്പുറം ജില്ലാ കമ്മിറ്റി നടത്തുന്ന സ്ഥാപനമാണ് ജാമിയ ഇസ്ലാമിയ. നേരത്തെ ജാമിയ നൂരിയ സമ്മേളനത്തിലെ ഒരു സെക്ഷന്റെ ഉദ്ഘാടകനായും രമേശ് ചെന്നിത്തല നിശ്ചയിച്ചിരുന്നു. ജനുവരി 4 MK മുനീർ അധ്യക്ഷനാകുന്ന ആ സെക്ഷൻ ചെന്നിത്തലയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അങ്ങനെ NSSും SNDPയും സമസ്ത വിഭാഗങ്ങളും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ VD സതീശൻ ആകെ നിരാശയിലാണ്. കാരണം മുഖ്യമന്ത്രി കസേര നഷ്ടപ്പെടാൻ പോകുകയാണ് എന്ന് VD സതീശന് ഏറെക്കുറെ ബോധ്യമായിരിക്കുന്നു. ഇനി എന്തൊക്കെയാണ് കോൺഗ്രസിൽ സംഭവിക്കാനിരിക്കുന്ന പൊട്ടലുകളും ചീറ്റലുകളും എന്ന് മാത്രം നോക്കിയാൽ മതി.